ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് കുറച്ച് ബാക്ക് ടു നോർമൽ കാര്യങ്ങളിലേക്ക് വരാം അല്ലേ. നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. ഈ ആഴ്ച ഓക്കെ, നമ്മൾ ഇന്നലെ മൺഡേ ആയതുകൊണ്ട് ഇന്നലത്തെ പോട്ടെ സാറില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇന്നോട്ട് ലൈക്ക് വീക്ക്ലി അല്ല ഞാൻ എടുക്കുന്നത്, ഓവറോൾ പറയാം. ഓക്കെ, ഈ വരുന്ന ഒരു 1 വീക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. ആൻഡ് ഇത് കുറച്ച് സ്റ്റോൺസിൽ ഇങ്ങനെ മെസ്സേജസ് ഉള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മുമ്പത്തെ റീഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. കുറച്ച് നമുക്ക് മെസ്സേജസ് കൂടി ഇങ്ങനെ എടുക്കാം ആൻഡ് ദെൻ റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, കുറച്ച് സൗണ്ട് കൂടുതലുണ്ടാവും, ഒന്ന് ലോ ആക്കിക്കോളൂ. നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, വെൽത്ത്, ഇൻസ്പയർ, relax, faith, good, നല്ല മെസ്സേജസ്. ഒരു ഒന്ന് ഓക്കെ, ട്രസ്റ്റ്. ഇവിടെ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് ഇന്ന് നിങ്ങൾക്ക് വെൽത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രബിൾസ് ഉണ്ടെങ്കിൽ, അതായത് ഫൈനാൻഷ്യൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെൽത്ത് കിട്ടുന്നതായിട്ട് ഒരു മെസ്സേജാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ബെറ്റർ ആവും, എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടാനുള്ള സാധ്യത എന്നൊക്കെ പറയാം. ഇൻസ്പയർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നത്, ഓക്കെ, അതായത് ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ ചില മടികളും നമ്മളൊരു എന്താ പറയുക, ഒരു ഒന്നും ചെയ്യാൻ തോന്നാത്ത അല്ലേ, അങ്ങനെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ വരും എന്ന് പറയാം. യൂണിവേഴ്സ് നിങ്ങളെ അതായത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചില മോട്ടിവേഷൻ ഫീൽ ചെയ്യും ഇനി മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ കിട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പെട്ടെന്നൊരു നമുക്ക് ഐഡിയാസ് വരാം. ഓക്കെ, ആ രീതിക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസ്പിറേഷൻ വരാനുള്ള സാധ്യത, എന്തെങ്കിലും ചിലപ്പോൾ ഒരു നല്ലൊരു ഐഡിയ നമുക്ക് പെട്ടെന്ന് വരിക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാം. ആൻഡ് റിലാക്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇതൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഓവർ തിങ്കിങ്, അതായത് ഓവർ വറി ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്ന റിലാക്സ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. അതായത് ഒരുപാട് ടെൻഷൻ സ്ട്രെസ്സ് കൊണ്ട് നടന്നാൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഈ റിലാക്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളെല്ലാം വിട്ടിട്ട് മിണ്ടാതെ ഒന്നും ചെയ്യാതിരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ മൈൻഡിനെ നമ്മൾ വളരെ ശാന്തമായിട്ട് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ റിലാക്സ് ചെയ്യുക, അതായത് മൈൻഡ് റിലാക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ ചിലപ്പോൾ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റും എടുക്കുക, അത് വേറെ. ബിക്കോസ് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ മെൻ്റലി ഫിസിക്കലി എല്ലാം നിങ്ങൾ ഡൗൺ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും, അതും എടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുക, ജസ്റ്റ് ബ്രീതിങ് എക്സസൈസ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട് എപ്പോഴും. ഓക്കെ, ഡെയിലി രാവിലെ നിങ്ങൾ ഒരല്പം കുറച്ച് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിനിരിക്കുക, എന്നും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി. ഓക്കെ, ആൻഡ് ഇവിടെ കാരണം നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് രണ്ടും ഒരേ കാര്യമാണ്. യൂണിവേഴ്സിലെ ട്രസ്റ്റാണ് പറയുന്നത്. അതായത് എല്ലാം യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. അതിപ്പോൾ ഒരു പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവാം, ട്രസ്റ്റ് വെക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, ഫെയ്ത്ത് വെക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ മേലെ. ഈ ട്രസ്റ്റ് രണ്ടും ഒരേ വാക്കായതുകൊണ്ട് ഞാൻ 2 തരത്തിലെടുക്കുന്നു. ഒന്ന് യൂണിവേഴ്സിൽ ട്രസ്റ്റ്, ഒന്ന് നിങ്ങളിൽ തന്നെ ട്രസ്റ്റ്, ഒന്ന് വേറൊരു വ്യക്തിയിലാണെങ്കിൽ അങ്ങനെ, ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങളോട് ട്രസ്റ്റ് ഒരുപാട് വെക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് ശരിയായി വരും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഫെയ്ത്ത് വെക്കുക, യൂണിവേഴ്സിൻ്റെ മേലെ വളരെയധികം ഫെയ്ത്ത് വെച്ച് നിങ്ങൾ റിലാക്സ് ആവുക. ഓക്കെ, എല്ലാം യൂണിവേഴ്സ് നമുക്ക് അതാതിൻ്റെ സമയങ്ങളിൽ നമുക്കെല്ലാം നടത്തി. ഇന്നലെ മിനിഞ്ഞാന്നോ ഞാൻ ഇന്നലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് അത് വേഗം എത്തണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ, ബട്ട് അത് അപ്ലോഡേ ആയില്ല. എന്താ ചെയ്യുക? ആദ്യം എനിക്ക് എൻ്റെ ഞാനൊരു ആപ്പിലല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുക, ആ റെക്കോർഡിങ്ങിനെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം എടുത്തു. അത് എന്താ പറ്റിയെന്നറിയാം, ഫയൽ ഹെവി ആയിട്ടാണോ എന്താ പറ്റിയത്, സംതിങ് എന്തോ. അപ്പോൾ അത് കാരണം അത് ആവുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മെല്ലെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് അത് മണിക്കൂർ കണക്കിന് അതിങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവിക്കാറില്ല, വളരെ റെയറായിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പും ഐ തിങ്ക് വേറൊരു സംഭവം അങ്ങനെ അതുപോലെ ഉണ്ടായി, ഏതോ റീഡിങ്ങും. അപ്പോൾ അങ്ങനെ വളരെ റെയറായിട്ടാണ് സംഭവിക്കുക. ബട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുക, ഇതിന് അപ്ലോഡ് ആയില്ലേ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കുറേ പേര് മെസ്സേജസ് വിടുന്നുണ്ട്, നീ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്കും ആങ്സിയസ് ആവും. പിന്നെ അവസാനം എൻ്റെ മനസ്സിൽ അതൊരു 10 എന്തോ നമുക്കൊരു നല്ല നമ്പറിൻ്റെ ഒരു ഫീലിംഗ് അല്ലേ. അപ്പോൾ എനിക്കത് ശരി ആ സമയത്ത് എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് വന്നത് 10:45 സംതിങ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു പോട്ടെ, വരാനുള്ള സമയം അതാണ്, ഇനിയിപ്പോൾ അത്രയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
സോ അതാണ് നമ്മൾ പറയുന്ന ട്രസ്റ്റ് എന്ന് പറയുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആങ്ഷ്യസ് ആയിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ബട്ട് നമ്മൾ പറയുന്നത് അങ്ങനെ ആയിട്ട് കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയത്ത് അത് എത്തേണ്ട, നിങ്ങളുടെ കയ്യിൽ അത് എപ്പോൾ എത്തണോ അത് അപ്പം എത്തും എന്നുള്ള രീതിയിലാണ്. സോ ട്രസ്റ്റ് വയ്ക്കുക, നിങ്ങളുടെ അവനവൻ്റെ മേലെ ട്രസ്റ്റ് വയ്ക്കുക, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന രീതിയിലും എല്ലാം ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ കാര്യങ്ങൾ. ടെൻഷൻ തന്നെയാണ്, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, അവസാനമായപ്പോൾ ഞാൻ കൈവിട്ടു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് എപ്പോഴാണെന്ന് ചാവട്ടെ, അവിടെ കിടക്കട്ടെ. ഞാൻ ഫോണിനെ 1-2 തവണ റീസ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ വൈഫൈ പിടിക്കാതെയാണോ, ശരിക്കാവാതെയാണോ, സ്പീഡ് പോരാതെയാണോ, എല്ലാം ഞാൻ ചെയ്തു. ഓക്കെ, അവസാനം ഞാൻ പറഞ്ഞില്ല, ഇനി ഞാൻ ടെൻഷൻ എടുക്കുന്നില്ല, എപ്പോഴാണെന്ന് വെച്ചാൽ അതാവട്ടെ, അതിൻ്റെ സമയത്തായിക്കോട്ടെ. സോ അതാണ് പറയുന്നത്, നമ്മൾ ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ്. ഓക്കെ, എപ്പോഴാണെന്ന് വെച്ചാൽ അത് വന്നോളും, അത് കിട്ടേണ്ട സമയത്ത് നിങ്ങൾക്ക് കിട്ടിക്കോളും, ആവശ്യത്തിന് നിങ്ങൾക്കത് ഉപകരിക്കും. അത്രമാത്രം പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ അത് ഞങ്ങളുടെ കൈവിട്ടു. സോ അതേപോലെ ഓക്കെ, ഓരോ സിറ്റുവേഷനും നിങ്ങൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ആദ്യത്തെ കുറച്ച് ടെൻഷനൊക്കെ തോന്നും, പക്ഷെ അത് കഴിയുമ്പോൾ മനസ്സിലാക്കുക, ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതിവിടെ എൻ്റെ കയ്യിലല്ല എന്നുള്ളത്. ഓക്കെ, സോ ഓക്കെ, നമുക്ക് ഇനി ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ 1 വീക്ക്, ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് എന്തായിരിക്കും നോക്കാം. അഗെയിൻ സ്റ്റാർ ഹോപ്പ്, ഓക്കെ, സ്റ്റാർ വിഷസ് എന്നും പറയും. 2 wands, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, വെൽത്തിൻ്റെ കാര്യം, കിങ് ഓഫ് കപ്സും ഉണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, 9 ഓഫ് പെൻറ്റിക്കിൾസ്, ഓസം, 4 ഓഫ് പെൻറ്റിക്കിൾസ്. മെറ്റീരിയൽ ഗെയിൻ്റെ കാര്യം തന്നെ, വെൽത്ത് തന്നെയാണ് ഫസ്റ്റ് വന്ന മെസ്സേജും ഇവിടെ കൂടുതലും കാണുന്നത്. വാവ്, അത് ഭയങ്കര മാച്ചായിപ്പോയി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു കപ്പിൾ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ പറയാം. ആദ്യത്തെ കാര്യം തന്നെ നിങ്ങളുടെ ഒരു വിഷ് നടക്കും എന്ന് പറയാം. നിങ്ങൾ ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വിഷ് എനിക്ക് അത് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് പ്രത്യേകിച്ച് അത് മണി റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ്, ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഓക്കെ, നിങ്ങൾക്കൊരു ഏർണിംഗ്, നിങ്ങളുടെ ഒരു സ്വന്തം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, ആ രീതിക്ക് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നതായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം അതാണ്, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് വേണം. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ലൈക്ക് ഇപ്പോൾ ഫാമിലിയൊക്കെ ഹെൽപ്പ് ചെയ്യാനായാലും ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കി നടത്താം. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് നമുക്കൊരു ലൈക്ക് ഹസ്ബൻഡ് എന്ന് മാത്രമല്ല, ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ ലൈക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനമുള്ള ഒരാൾ എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ട്, എന്നിട്ട് എല്ലാവരെയും കെയർ ചെയ്യണം, എല്ലാവരെയും നിങ്ങളും നല്ല രീതിയിലും ഫാമിലി കൊണ്ടുപോകാൻ സാധിക്കണം എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അവരുടെ ആവശ്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് കാണുന്നത്, ഒരു അബൻഡൻസ്. ആൻഡ് നിങ്ങൾക്ക് ആഗ്രഹിച്ചത് നേടും എന്നുകൂടി പറയാം. ഓക്കെ, നിങ്ങൾ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളായാലും ശരി, അതും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി മണി കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് കീപ് ഇറ്റ് ദിസ്. നിങ്ങൾക്ക് എന്തോ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ വളരെ ഒരു എന്താ പറയുക, സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വരുന്നതായിരിക്കാം. ഓക്കെ, ഒരു സർപ്രൈസ് ആയിട്ട് എന്തോ വരുന്ന പോലെയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യമായിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ചില കാര്യത്തിന് വേണ്ടി. 2 wands നമ്മൾ വെയിറ്റിംഗ് എനർജിയാണ് പറയുക, ഡിസിഷൻ എടുക്കാനുള്ള വെയിറ്റിംഗ്, അല്ലെങ്കിൽ എന്ത് വേണം എന്നുള്ള തീരുമാനം, ഒരു ആലോചന, അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന രീതിക്ക് നമ്മൾ എടുക്കാറുണ്ട്. സോ ആ കാത്തിരിക്കുന്നതായിരിക്കും വരുന്നത്. നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരുന്നുണ്ട്. ജോലി ഓഫർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും. ഓക്കെ, അല്ല നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് എവിടെയെങ്കിലും കിട്ടാനുണ്ടാവാം, ചിലപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ആയിരിക്കാം, അത് വരും. ഓക്കെ, ആരെങ്കിലും തരാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടാനുണ്ടായിരുന്നു. ചിലപ്പോൾ വല്ല നമ്മുടെ ഫാമിലി നമുക്ക് എന്തെങ്കിലും ഇത് വരുമല്ലോ, എന്താ പറയുക, എനിക്ക് വാക്കുകൾ ചില സമയത്ത് കിട്ടില്ല, സോറി, നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഫാമിലിയുടെ എന്തെങ്കിലും പൈസ വരാനുള്ളത്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, എനിക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോണിൻ്റെ എന്ത് തന്നെ ആയാലും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട്. പ്ലസ് ഓഫർ, നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ഓഫർ എന്നും പറയാം. ഓക്കെ, ചിലവർക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് ഓഫർ ആയിരിക്കാം, ചിലവർക്ക് ജോലിയുടെ ഓഫർ ആയിരിക്കാം, ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ്. ഓക്കെ, സോ ഇവിടെ ഡെഫിനറ്റ്ലി ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ അബൻഡൻസ് ഇവിടെ ഈ 3 കാർഡും നമുക്കത് പറയുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്, വിഷ് ചെയ്തത് അതാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യമാണ് പറയാം. ഓക്കെ, ഇവിടെ ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഐ തിങ്ക് ഗ്രോത്ത് നിങ്ങൾക്ക് സ്ലോ ആയിരുന്നു. ഓക്കെ, എല്ലാം ലൈക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ചിലപ്പോൾ മണി ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമ്മൾ പറയിച്ചാൽ എവിടെയെങ്കിലും ഇട്ട് വെച്ചു, പക്ഷേ അതിൻ്റെ
നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് ഇപ്പോൾ ബിസിനസ്സിലായാലും ശരി, ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, ബട്ട് അതൊക്കെ വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട എന്ന രീതിക്ക് ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങളത് മടിക്കണ്ട. കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം, നടക്കുമോ നടക്കില്ലേ എന്നുള്ള ഡൗട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളതിനെ ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ എന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മേ ബി നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പക്ഷേ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനൊരു പേടി, കാരണം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്നുള്ള പേടികളായിരിക്കാം ഹോൾഡ് ബാക്ക് ചെയ്യുന്ന തരത്തിൽ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ നിങ്ങൾ എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ ബോണ്ടും കാര്യങ്ങളും അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് മീൻസ് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടാൻ നിങ്ങൾക്ക് സ്ലോ ആയിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ പേഴ്സൺ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വലി ഗ്രോ ആവണം നിങ്ങൾ എന്നുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നും പറയാം. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, ഐ മീൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ, ഓക്കെ, എല്ലാം നിങ്ങൾക്ക് നല്ലതാവും എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നല്ലോണം യൂസ് ചെയ്യുക, ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക, കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ. ഓക്കെ, നിങ്ങൾ ഒരുപാട് അതായത് ജസ്റ്റ് ഒരു നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോവാതെ പോസിറ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങളെ എങ്ങനെ മാറ്റാം എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഹോൾഡ് ബാക്ക് ചെയ്യണ്ട എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫീലിങ്സിൻ്റെ കാര്യമായിരിക്കാം, എനിക്ക് അങ്ങനെയും തോന്നി. നിങ്ങളുടെ മനസ്സിൽ ഓക്കെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. ഓക്കെ, എക്സ്പ്രസ് ചെയ്യേണ്ട, അവിടെ എക്സ്പ്രസ് ചെയ്യണം നമ്മൾ, അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. ആൻഡ് ഇവിടെ ഒരു മെയിൻ ഞാൻ പറഞ്ഞ പോലെ കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. സോ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൻ്റെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് നടക്കും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് തോന്നുന്നത്. വിഷ് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് അത്. ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒന്ന്, പിന്നെ ഒന്ന് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മേ ബി ഈ ഹോൾഡ് ബാക്കും ഇതുമൊക്കെ മേ ബി നിങ്ങൾക്ക് ലൈക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് ആഗ്രഹിച്ച പോലെ മേ ബി അതിൻ്റെ ഗ്രോത്ത് കണ്ടില്ല എന്ന രീതിയിലായിരിക്കും, ബട്ട് അത് മാറ്റം കാണും. ബിക്കോസ് ഇവിടെ കപ്പിളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഗ്രോത്ത് നമുക്ക് കാണും. ഏതെങ്കിലും പേഴ്സണുമായിട്ട് ചിലപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് ഒക്കെ, മാരേജ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞത് മാരേജ് കമ്മിറ്റ്മെൻറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യും, നിങ്ങൾ പുതിയതായിട്ട് ചിലപ്പോൾ മീറ്റ് ചെയ്യാം, നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തി വരാം, റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരും എന്ന രീതിക്ക് എടുക്കാം. ഇതെല്ലാം ഐ തിങ്ക് ഈ മേ ബി നിങ്ങൾ ഓൾറെഡി ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നാണ്. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് വിഷാണ് വന്നത്, ഹോപ്പാണ് വരുന്നത്. വിഷാണ് ആക്ച്വലി ഇവിടെ എനിക്ക് വിഷാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യം, ഓക്കെ, ആ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി 2 കാര്യത്തിലും, ഒന്ന് ഫൈനാൻഷ്യൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്, ആൻഡ് ഇവിടെ വെൽത്ത് നമുക്ക് ഓൾറെഡി വന്നതാണ്. ആൻഡ് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് റിലാക്സ് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടൈം എടുക്കുന്നുണ്ട് 2 കാര്യത്തിലും. ഏത് കാര്യത്തിലും നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം റിലാക്സ് ചെയ്യുക. ഓക്കെ, ടൈം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഓക്കെ, അതായത് എപ്പോഴാണ് നടക്കട്ടെ എന്ന രീതിയിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ പഠിക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, അല്ലേ, നമ്മൾ ചെയ്യണം. ഹോൾഡ് ബാക്ക് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കാർഡിൽ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ തുറന്ന് പറയാൻ വലുതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്രസ് ചെയ്യൂ എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോഴേക്കും എൻ്റെ ത്രോട്ട് എനിക്ക് ചുമ നല്ലോണം വന്നു. സോ മേ ബി നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവാം ആരോടെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. മേ ബി നിങ്ങൾ അനുഭവിക്കുന്ന ചില ടെൻഷനോ വിഷമങ്ങളോ ആയിരിക്കാം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാനൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് മടിയുണ്ടാവാം. എല്ലാം നിങ്ങൾ മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്നുണ്ടാവും. ഈവൻ റൊമാൻറ്റിക് ഫീലിംഗ് ആയാലും ശരി, ഫൈനാൻസിൻ്റെ കാര്യങ്ങളോ ടെൻഷനോ വീട്ടിലെ ടെൻഷനോ എല്ലാം ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതിനെ തുറന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. അത് എൻ്റെ തൊണ്ട ഉണ്ടായിപ്പോയി. സോ മേ ബി അത് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഞാൻ അതാ പറയാൻ വന്നത്, അപ്പോഴേക്കുമാണ് ഇവിടെ. ഓക്കെ, സോ യെസ്, നിങ്ങളുടെ ചില ബ്ലോക്കേജസ് നിങ്ങളുടെ മെൻറ്റൽ ബ്ലോക്കേജസ് ആണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മെൻറ്റൽ ബ്ലോക്കേജസ് ആണ്. ഓക്കെ, നിങ്ങളുടെ നെഗറ്റിവിറ്റി തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി. ഓക്കെ, ഒരു തരത്തിൽ നിങ്ങളെങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നെഗറ്റിവിറ്റി. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ ശ്രമിക്കാം. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ മാക്സിമം നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം എന്നാണ്. ഓക്കെ, അത് എങ്ങനെ വരും നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേദന, ചിലപ്പോൾ നിങ്ങൾ വേദനകളെ പേടിച്ചിട്ടായിരിക്കാം. നമ്മൾ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു, എളുപ്പത്തെ പറഞ്ഞുതരാൻ പറ്റുന്ന റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുന്നു, റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ
മനസ്സിലൊരു പേടി വരും, ഇവരെങ്ങാനും എന്നെ ഹേർട്ട് ചെയ്താലോ എന്നൊരു പേടി വരും അല്ലേ. അതേപോലെ ഇപ്പോൾ ഫൈനാൻഷ്യൽ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ്, കാരണം അവിടെ ലോസ് വന്നാലോ, അല്ലെങ്കിൽ പാർട്ട്ണറൊക്കെ ആണെങ്കിൽ നമുക്ക് പാർട്ട്ണർ നമ്മളെ ചതിച്ചാലോ വേറെ എന്തെങ്കിലും ആയാലോ, അല്ലെങ്കിൽ അങ്ങനെ 100 പേടികൾ അല്ലേ. അപ്പോൾ ആ ഒരു നമുക്ക് തന്നെ ഒരു പേടി, അയ്യോ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ആ ഒരു പേടി, ആ ഒരു അതായത് നമ്മൾ സ്വയം വേദനിക്കും എന്നുള്ള പേടി. ഓക്കെ, ആ ഒരു ചിലപ്പോൾ അതൊരു ഏറ്റവും വലിയൊരു ഫിയർ നിങ്ങളുടെ അതായിരിക്കാം. ഓക്കെ, അത് തന്നെ ഒരു മൈൻഡ് ബ്ലോക്കേജ് ആണ് നിങ്ങൾക്ക്. അത് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടാവാം, സാഹചര്യങ്ങൾ പലതും. ബട്ട് അതൊക്കെ നിങ്ങളുടെ ഡെവിൾ എനർജി എന്ന രീതി, നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് നിങ്ങളുടെ ഫിയേഴ്സ് ഒക്കെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിൽ പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ചില ബ്ലോക്കേജസ് നിങ്ങൾ പുറത്തു വരണം എന്നാണ്. ഓക്കെ, മുമ്പ് ചിലപ്പോൾ അങ്ങനെ വല്ല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ മുമ്പ് അങ്ങനെ ചില അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ പേടിയാണ് അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ കാർഡ്സിനൂടെ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം ഈ 1 വീക്കിലേക്ക് മുന്നോട്ട്. ക്രിയേഷൻ, പ്രെയർ, എൻ്റെ തൊണ്ടപ്പഴും ശരിയായിട്ടില്ല. ഡിസിപ്പേറ്റിംഗ്, ബാലൻസ്, പെർസിവിയറൻസ്, ട്രിക്കറി. ഓക്കെ, ഇംപേഷ്യൻസ്, ജോയ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഓക്കെ, ഇംപേഷ്യൻ്റ് ആവണ്ട. ഓക്കെ, അതായത് ക്ഷമയില്ലാതെ ഫീൽ ചെയ്യേണ്ട. നമ്മൾ ഈ 7 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ ക്ഷമ വേണം എന്നാണ് പറയുക. ഓക്കെ, ഓരോ കാര്യത്തിൻ്റെയും ഗ്രോത്തിന് കുറച്ച് ക്ഷമ വേണം എന്ന് പറയും അല്ലേ. സോ നിങ്ങളോട് ഇവിടെ ക്ഷമയോടെ നിൽക്കാനാണ് ആദ്യത്തെ കാര്യം. ആൻഡ് ജോയ് നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം നിങ്ങൾക്ക് വരും എന്ന് തന്നെയാണ്, ഉറപ്പാണ്. നിങ്ങൾ ആഗ്രഹിച്ച നേടും നിങ്ങൾക്ക്, അത് ഉറപ്പാണ്. ബട്ട് അതിന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് പ്രേയേഴ്സ്, യെസ്, വളരെയധികം പ്രേയേഴ്സ് ആവശ്യമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യാം. എപ്പോഴും ഒരു സമയം വെച്ച് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു സമയം മാറ്റി വയ്ക്കുക, രാവിലെയും വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരമായാലോ അറ്റ്ലീസ്റ്റ് ഒന്ന് വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പ്രയർ ഒരു ഫ്യൂ മിനിറ്റ്സ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഡിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞു വരും, ഇല്ലാതെയായി വരും എന്ന രീതിക്കാണ് നമ്മൾ പറയുക. സോ മേ ബി നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്ലോലി ഇല്ലാതെ ആവും എന്ന രീതിക്ക് നമുക്ക് പറയാം. അതായത് പ്രേയേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ലോലി കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുറഞ്ഞു വരും എന്ന് പറയാം. ബാലൻസ് ആണ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ബാലൻസ് ചെയ്യുക. ഇമോഷണൽ സൈഡും പ്രാക്ടിക്കൽ സൈഡും നിങ്ങൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങളെ അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നതിന് പ്രയോറിറ്റി നിങ്ങളൊന്ന് ചാർട്ട് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന കാര്യം ഇന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചാർട്ട് ഔട്ട് ചെയ്ത് പ്ലാൻ ഔട്ട് ചെയ്ത് നിങ്ങൾ അവനവനെ ഒന്ന് ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പെർസിവിയറൻസ്, ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും, എത്ര നിങ്ങൾക്ക് വേദന വന്നാലും ശരി, വിഷമം വന്നാലും ശരി, നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ട്രിക്കറി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, സൂക്ഷിക്കണം ചില കാര്യങ്ങളെ എന്നുണ്ട്, ഒരു വാർണിംഗ് ഉണ്ട്. അതിപ്പോൾ എന്തും ആവാം. നിങ്ങൾ എവിടെയാണോ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ ഒന്ന് സൂക്ഷിക്കാനോ, ആക്ച്വലി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ. നമ്മുടെ 7 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഒരു അഡ്വൈസ് കൂടി എടുക്കാം അല്ലേ ഇതിന്. മിറക്കിൾ. ഓക്കെ, ഇല്ല, കാര്യങ്ങൾ ശരിയാവും, ബെറ്റർ ആവും. ഓക്കെ, ബട്ട് സൂക്ഷിക്കാനുള്ള ഇതെവിടെ ഉണ്ട്, വാർണിംഗ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് മാത്രം. ഓരോ കാര്യത്തിനെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ ഓവർകം ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നല്ല ആഴ്ചയാവട്ടെ. ആൻഡ് 11 മാനിഫെസ്റ്റേഷൻസ് എല്ലാവരും ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.